Do you agree with the phrase, a picture is worth 1,000 words? ഒരു ഐഡിയ കൺവേ ചെയ്യാൻ 1000 വേർഡ്സിനേക്കാളും ഒരു പിക്ചർ മതി എന്നുള്ളത്. വെൽക്കം ടു മനോരമ ഹൊറൈസൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് 9ലെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഫോർ ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്, ലെറ്റ്സ് റീകോൾ ദ ബേസിക് ടേംസ്. നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ. And what is this data actually? These are actually the collection of observations and facts. And these data എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് either in the form of numbers ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷർമെന്റ്സ് ആയിട്ടാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടും ആകാം. So we can define statistics as a area of study where we deal with the collection of data, then we have to analyze the data, then we have to give an interpretation, then finally we have to present that data. So this is actually statistics, right? So it's an important branch of mathematics. So ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നതും അതേപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്. ഓൾറെഡി ടാബുലർ റെപ്രസെൻറ്റേഷൻസ് വെച്ച് ഡേറ്റ എങ്ങനെയാണ് അതിൻ്റെ ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെ പ്രസൻറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി ലോവർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ആസ് ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, 1000 വേർഡ്സിനേക്കാളും ഒരു പിക്ചർ മതി നമ്മുടെ ഐഡിയ കൺവേ ചെയ്യാൻ. നമ്മൾ യൂഷ്വലി ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത് കമ്പാരിസൺസിനാണ്. ഇപ്പോൾ രണ്ട് പേര് തമ്മിലുള്ള ക്ലാസ് മാർക്കുകൾ ഒക്കെ വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ, അതേപോലെ തന്നെ ക്രിക്കറ്റിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഫീൽഡാണ്. അതിലാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം അതിൻ്റെ കാണിക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ഈ 3 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ്. വൺ ഇസ് ബാർ ഗ്രാഫ്, ദ അതർ ഇസ് ഹിസ്റ്റോഗ്രാം ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫ്രീക്വൻസി പോളിഗൺ. അപ്പം ഈ ഒരു 3 ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് എങ്ങനെ അത് വരയ്ക്കാം എന്നുള്ളതൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ആണ്, അല്ലേ? ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡേറ്റ ആണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്? അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പം ഈ ഒരു പിക്ചർ നോക്കാൻ കളേഴ്സ് ഉണ്ട്, ഗ്രീൻ, ബ്ലൂ, റെഡ്, ആൻഡ് വേഴ്സസ് എന്താണ് നമ്പർ ഓഫ് ചിൽഡ്രൻ കാണിച്ചിരിക്കുന്നു. അപ്പം നമുക്കറിയാം ഇത് സർട്ടൻ കാറ്റഗറി ഓഫ് കളേഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ മീൻസ് എന്താ? ഫ്രീക്വൻസി, എത്ര കുട്ടികളാണ് ഗ്രീൻ ഓപ്റ്റ് ചെയ്യുന്നത്? 20 ആൾക്കാരുണ്ട്. പിന്നെ ബ്ലൂ ഓപ്റ്റ് ചെയ്യുന്നത് എത്ര കുട്ടികളുണ്ട്? 15 പിള്ളേരുണ്ട്. അതേപോലെ തന്നെ റെഡ് ഓപ്റ്റ് ചെയ്യുന്നതോ 10 ചിൽഡ്രൻ ഉണ്ട്. സോ ഇങ്ങനെ ഒരു നമുക്ക് ഇന്റർപ്രിട്ടേഷൻ വളരെ വേഗത്തിൽ കിട്ടാവുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ ആണ് ബാർ ഗ്രാഫ്. In short, we can say it is a pictorial representation of data in which bars of uniform width are drawn with equal spacing. ഇവിടെ ബാർ ഗ്രാഫിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റെക്ടാംഗുലർ ബാർസ് എല്ലാം എന്താണ്? യൂണിഫോം വിഡ്ത്ത് ആണ്. ഒന്നും കൂടിയ അല്ല കുറഞ്ഞോ അല്ല, ദേ ആർ ഓഫ് യൂണിഫോം വിഡ്ത്ത്. അതേപോലെ തന്നെ അത് എന്താണ്? ഈ ബിറ്റ്വീൻ ദീസ് ബാർസ് എന്താണ്? യൂണിഫോം സ്പേസിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ബാർ ഗ്രാഫിന്റെ ഒരു പ്രത്യേകത. യൂണിഫോം സ്പേസിങ് ആൻഡ് ദീസ് ബാർസ് ആ എല്ലാം എന്താണ്? യൂണിഫോം വിഡ്ത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഇതിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. യൂഷ്വലി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിയാമല്ലോ, ഒരു എക്സ് ആക്സിസും ഒരു വൈ ആക്സിസും വേണം. ഇവിടെ എക്സ് ആക്സിസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? കാറ്റഗറീസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഹിയർ നമ്മൾ എടുത്ത എക്സാമ്പിളിൽ കളേഴ്സ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ആൻഡ് വൈ ആക്സിസിൽ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ, അങ്ങനെയുള്ള നമ്പർ, ദ ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ് എന്ത്? വൈ ആക്സിസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ കണ്ട ബാർ ഗ്രാഫിൽ കാറ്റഗറി വൈസ് ആയിരുന്നു നമ്മൾ എന്താണ് ഗ്രാഫ് വരച്ചിരുന്നത്, അല്ലേ? അതിൽ ഓരോന്നും ബിറ്റ്വീൻ ബാർസ് തമ്മിൽ യൂണിഫോം സ്പേസിങ്ങും മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഹിസ്റ്റോഗ്രാമിൽ വരുമ്പം ബേസിക്കലി നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവെൽസ് ഒക്കെ തരുമ്പോഴാണ് നമ്മൾ ഹിസ്റ്റോഗ്രാമിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ സപ്പോസ് ഞാൻ പറയുകയാണ് ഈ ഒരു ഗ്രാഫിൽ 5 to 10 അല്ലെങ്കിൽ 0 to 5, 5 to 10, 10 to 15. അപ്പോൾ അതെന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന
ഒരു ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ മാർക്ക്, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ക്ലാസ് മാർക്ക് എടുത്തേക്കാണ്. 0 to 5 മാർക്ക് വരുന്ന എത്ര കുട്ടികളുണ്ട്? 2 സ്റ്റുഡൻസ് ഉണ്ട്. 5 to 10 വരുന്നത് വീണ്ടും 2, ആൻഡ് അഗെയിൻ 10 to 15, 15 to 20. ഇതിന്റെ എല്ലാം കറസ്പോണ്ടിംഗ്ലി എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെയും നമ്മൾ റെക്ടാങ്കുലർ ബാർസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇൻ ബിറ്റ്വീൻ ദിസ് റെക്ടാങ്കുലർ ബാർസ് ഒരു സ്പേസിങ്ങോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. എല്ലാം എന്താണ്? അടുപ്പിച്ചാണ്. ദാറ്റ് മീൻസ് ഫോർ കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽസിനാണ് നമ്മൾ എന്ത് ഹിസ്റ്റോഗ്രാം നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത് ബേസ്ഡ് ഓൺ ദി ഗിവൺ ഡേറ്റ, നമ്മുടെ തന്നിരിക്കുന്ന നമ്മുടെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ ഏത് ബാർ ഗ്രാഫ് വേണോ, അതോ ഹിസ്റ്റോഗ്രാം വേണോ, അതോ ഇനി പഠിക്കാൻ പോകുന്ന ഫ്രീക്വൻസി പോളിഗൺ വേണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഹിസ്റ്റോഗ്രാമിന്റെ ജസ്റ്റ് ബേസിക് ഐഡിയ മനസ്സിലായല്ലോ. യൂണിഫോം സ്പേസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ആൻഡ് വി റെപ്രസെന്റ് വിത്ത് റെക്ടാങ്കുലർ ബാർസ്. അതും ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ. അതായത് 5 to 10 ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2 പേരുണ്ട്, അപ്പോൾ ഇത്ര ഹൈറ്റ് വരുള്ളൂ. ഇനി അതല്ല 15 to 20 എടുത്താൽ 5 സ്റ്റുഡൻസ് ഉണ്ട്, അപ്പം അതിന്റെ ഹൈറ്റ് എന്താണ്? ഇച്ചിരി വലിയ ബാർ 5 വരെ എത്തുന്ന റെക്ടാങ്കുലർ ബാർസ് ആയിരിക്കും നമ്മൾ വരയ്ക്കുക. സോ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ grouped frequency distribution with continuous classes. This is a highlight over here. Continuous class intervals വരുമ്പോൾ വരയ്ക്കുന്ന ഗ്രാഫാണ് ഏത്? ഹിസ്റ്റോഗ്രാം. ഓക്കെ. ആൻഡ് ഇവിടെയും അതേപോലെ തന്നെ എക്സ് ആക്സും വൈ ആക്സിസും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എക്സ് ആക്സിസ് റെപ്രസെന്റ് നമ്പർ റേഞ്ച്. നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇന്റർവൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ ആ ഒരു നമ്പർ റേഞ്ച് കാണിക്കാൻ വേണ്ടിയുള്ളതാണ് എക്സ് ആക്സിസ്. ആൻഡ് വൈ ആക്സിസ് ഓൾവേസ് റെപ്രസെന്റ്സ് ദി ഫ്രീക്വൻസി. അത് ബാർ ഗ്രാഫിലും അതേപോലെയാണ്. വൈ ആക്സിസിൽ നമ്മളെപ്പോഴും നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഐഡിയ റിഗാർഡിംഗ് ഹിസ്റ്റോഗ്രാം. നൗ ദ ലാസ്റ്റ് ഇസ് ഫ്രീക്വൻസി പോളിഗൺ. അപ്പം നമ്മൾ പഠിച്ച ബാർ ഗ്രാഫ് പഠിച്ചു, ഹിസ്റ്റോഗ്രാം പഠിച്ചു. ഇനി ഈ ഹിസ്റ്റോഗ്രാമിൽ നിന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന വേറൊരു ഗ്രാഫാണ് എന്ത്? ഫ്രീക്വൻസി പോളിഗൺ. എപ്പോഴും നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ച് തന്നെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണം എന്നും ഇല്ല. ഇവിടെ ഇപ്പോൾ 2 പടം ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം നമ്മൾ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് രണ്ടാമത്തെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ എന്താണ്? റെക്ടാങ്കിൾ. ആദ്യത്തെ പിക്ചറിലെ പോലെ റെക്ടാങ്കുലർ ബാർസ് ഒന്നും ഇല്ല, ഡയറക്റ്റ്ലി ഒരു വര വരച്ചേക്കുവാണ് അല്ലേ. സോ ഇതിന് എന്താണ് മനസ്സിലാകുന്നത്? ഈ 2 പിക്ചറിൽ നിന്നും നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാകുന്ന എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി ലൈൻ ഗ്രാഫ് അല്ലേ. ലൈൻസ് ആണ് അല്ലേ. ഈ ഒരു ബ്ലൂ ലൈൻ, അതേപോലെ തന്നെ സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാലും ബ്ലൂ ലൈൻ, ഇതാണ് ആ ഒരു ഗ്രാഫ്. ഇതൊരു ലൈൻ ഗ്രാഫാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് ഈ പറഞ്ഞ പോലെ ക്ലാസ് ഇന്റർവെൽസ് ആയിട്ടായിരിക്കും. അപ്പം ഞാൻ ആദ്യത്തെ കേസിൽ പറഞ്ഞു ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്താണ്? ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക, അതിൽ ക്ലാസ് ഇന്റർവെൽസ് ഉണ്ടാവും. ആ ക്ലാസ് ഇന്റർവെലിന്റെ മിഡിൽ പോയിന്റ്സ് എടുക്കുക. മിഡിൽ പോയിന്റുകൾ എല്ലാ കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ ബാർസിന്റെയും ടോപ്പിൽ മിഡിൽ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രീക്വൻസി പോളിഗൺ. സോ the frequency polygon എന്ന് പറയുന്നത് is actually a line graph of class frequency. It is plotted against the class midpoint. അതിനെ മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ എടുക്കുന്ന ഓരോ ക്ലാസ് ഇന്റർവെലിന്റെയും കറസ്പോണ്ടിങ് മിഡ് പോയിന്റ്സ് എടുക്കുക. ഇപ്പോൾ 140 to 150 ഉണ്ടെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ്, 150 to 160യുടെ മിഡ് പോയിന്റ്, 160 to 170യുടെ മിഡ് പോയിന്റ്. സോ ഇങ്ങനെ ഈ മിഡ് പോയിന്റ്സ് എല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ABCDEFGH. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഇപ്പം സപ്പോസ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാതെയും നമുക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ലൈൻ ഗ്രാഫിലേക്ക് ചെല്ലാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്ന ഡേറ്റയിൽ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ നിൽക്കേണ്ട. ആ ടാബ്ലോ ഡേറ്റ തരുമ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്താണ് അതിൻ്റെ മിഡ് പോയിന്റ്സ്, ഓരോ ക്ലാസ്സസ് ഉണ്ടല്ലോ അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിഡ് പോയിന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഡയറക്റ്റ്ലി ആ വാല്യൂസ് എന്താണ് ഇതേപോലെ പ്ലോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. യു ഗെറ്റ് ദി ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ ഈ 3 ഗ്രാഫ്സുമാണ് നമ്മളിവിടെ പഠിച്ചത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പഠിക്കുന്നത് തന്നെ എന്തിനാണ്? യൂഷ്വലി ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്
എന്ത് കമ്പാരിസൺസ് ഒക്കെ വരുമ്പോൾ ഡേറ്റാസ് നമ്മൾ കമ്പാരിസൺസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞു ഓൾറെഡി ക്രിക്കറ്റ് അങ്ങനെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ യൂസ് ചെയ്യുന്ന എല്ലായിടത്തും തന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് വളരെയധികം യൂസ് ചെയ്ത് വരുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു കൺവേ ചെയ്യാൻ, അതായത് ആർക്കും പെട്ടെന്ന് ആ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഐഡിയാസ് പെട്ടെന്ന് തന്നെ കൺവേ ചെയ്ത് കിട്ടുന്നത് എപ്പോഴാണ്, ഒരു ഇതുപോലൊരു ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ്. ജസ്റ്റ് നമുക്കൊരു വേറെ പ്രത്യേകിച്ച് അതിൽ ഐഡിയ ഒന്നും വേണ്ട, ആ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. സോ അതാണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസിൻ്റെ എല്ലാം പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ജസ്റ്റ് പ്രോബ്ലംസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. കുറച്ച് ഗ്രാഫുകൾ വരയ്ക്കാനുള്ളതും അതേപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കാനും അതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എ പെർട്ടിക്കുലർ ഇയർ ഫോളോയിങ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏജസ് ഇൻ ഇയേഴ്സ് ഓഫ് അപ്പർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഇൻ എ ഡിസ്ട്രിക്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഏജ് ഇൻ ഇയേഴ്സ് തന്നിട്ടുണ്ട്. 15 to 20 അപ് ടു 45 to 50 വരെയുള്ള ഏജ് റേഞ്ച് വെച്ചിട്ട് എത്ര നമ്പർ ഓഫ് ടീച്ചേഴ്സ് വരുന്നുണ്ടെന്നുള്ള ടാബ്ലോ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ദി ക്ലാസ് സൈസ് ആൻഡ് ദി സെക്കൻഡ് ഇസ് ഡിഫൈൻ ദി ക്ലാസ് മാർക്ക്. അപ്പോൾ ഈ രണ്ട് ടേംസ് നമ്മളിവിടെ ഓർത്തിരിക്കണം. വൺ ഇസ് ക്ലാസ് സൈസ് ആൻഡ് അതർ ഇസ് ക്ലാസ് മാർക്ക്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കും. കാരണം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലും ആ ഒരു വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതും. സോ ക്ലാസ് സൈസ് എന്ന് പറയുമ്പം ബേസിക്കലി നമുക്കറിയാം ഒരു ക്ലാസ് ഇൻ്റർവൽ ഉണ്ട്, അതിൻ്റെ അപ്പർ ലിമിറ്റും ഉണ്ട് ലോവർ ലിമിറ്റും ഉണ്ട്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുന്നതാണ് എന്ത് നിങ്ങളുടെ ക്ലാസ് സൈസ് എന്ന് പറയുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ എടുക്കുവാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു ക്ലാസ് 15 to 20 എടുക്കുവാണെങ്കിൽ അതിൻ്റെ ക്ലാസ് സൈസ് എന്ന് പറയുന്നത് എന്താണ് 20 - 15 വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ ഈ ഒരു 5 എന്ന് പറയുന്ന ക്ലാസ് സൈസ് ഏത് ക്ലാസ് നമ്മൾ ഇൻ്റർവൽ എടുത്താലും അതിൻ്റെ ക്ലാസ് സൈസ് എത്രയാണ് 5 തന്നെ ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ കിട്ടിയല്ലോ ക്ലാസ് സൈസ്, അതേപോലെ നമുക്ക് ക്ലാസ് മാർക്കും കണ്ടുപിടിക്കണം. ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഏത് റേഞ്ചിൻ്റെയാണ്, അപ്പം നമ്മൾ പറയും ഏത് പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെയാണ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കും. കാരണം ഓരോ ക്ലാസ് ഇൻ്റർവലിനും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ 45 to 50 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 45 + 50/2 ചെയ്താൽ മതി. വാട്ട് ഇസ് ഇറ്റ് ആക്ച്വലി 95/2 which is equal to 47.5. ഇതായിരിക്കും ഇതിൻ്റെ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പം അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, സോ ക്ലാസ് സൈസ് കണ്ടുപിടിക്കാൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആൻഡ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാൻ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഏത് ക്ലാസ് ഇൻ്റർവലാണോ തരുന്നത് ആ ക്ലാസ് ഇൻ്റർവലിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കാം. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following figure represents a histogram depicting daily wages workers in a factory. Construct the frequency distribution table. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഇതിൽ നിന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാനെ നമ്മൾ ടാബ്ലർ ഫോമിൽ എഴുതണം. അപ്പോൾ ടാബ്ലർ ഫോമിൽ എഴുതാൻ നമുക്ക് എക്സ് ആക്സിസിൽ ഏതാ ഉള്ളത്, വേജസ് ഉണ്ട് അല്ലേ, വേജസ് ഇൻ റുപ്പീസ്, ആൻഡ് വൈ ആക്സിസിലുള്ളത് നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് അല്ലേ. അപ്പം അതാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണോ അതെടുത്ത് എഴുതി വെക്കുക. ആൻഡ് വേജസ് ഇതിപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 150 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 150 to 200 വരെ ഏതായിരിക്കും നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത്, കറസ്പോണ്ടിങ്ങിലി നോക്കിയേ, ഇറ്റ് ഈസ് 50. സോ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇസ് 50. ഇനി 200 to 250 എത്ര വരും, ഇറ്റ് ഈസ് 30. സോ 30 വർക്കേഴ്സ്. നൗ 250 to 300 ഇതൊരു ഹിസ്റ്റോഗ്രാം ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോകണം. 250 to 300 വരുന്നതോ എത്ര വർക്കേഴ്സ് ഉണ്ട്, ഇൻ ബിറ്റ്വീൻ വരും അല്ലേ. സോ ഇറ്റ് ഈസ് 35. നൗ 300 to 350. 300 to 350 വരുന്ന എവിടെയാണ്, 20. നമ്പർ ഓഫ് വർക്കേഴ്സ് ഇസ് 20. നൗ 350 to 400 അഗെയിൻ നമ്മുടെ കറസ്പോണ്ടിങ് ഗ്രാഫിൽ നോക്കുക, ഇറ്റ് ഈസ് 10. സോ ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഹിസ്റ്റോഗ്രാമിനെ
ഇൻ ടേംസ് ഓഫ് എന്താണ് ടാബുലർ ഡേറ്റ ആയിട്ട് മാറ്റുക. അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അതായത് എക്സ് ആക്സിസ് വേഴ്സസ് വൈ ആക്സിസിന്റെ ഒരു ടാബുലർ റെപ്രസെന്റേഷനെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അതായത് കറസ്പോണ്ടിങ് 150 to 200, 200 to 250, 250 to 300, 300 to 350 and last is 350 to 400. കറസ്പോണ്ടിംഗ്ലി അതിന്റെ നമ്പർ ഓഫ് വർക്കേഴ്സിനെ ഈ ഇവിടുന്ന് ഹൈറ്റ് അനുസരിച്ച് കറസ്പോണ്ടിങ് എത്ര ആണോ വാല്യൂ, ഇത് 50, അടുത്തതിന്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈറ്റ് 30, ഇനി ഇതിൻ്റെത് ഇൻ ബിറ്റ്വീൻ ആണ്, അപ്പൊ അത് 35, ഇനി ഇതിന്റെ നോക്കിക്കഴിഞ്ഞാൽ 20 ആൻഡ് ലാസ്റ്റ് ഇതിന്റെ നോക്കുമ്പം 10. അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമ്മൾ വൈ ആക്സിസിൽ അതിന്റെ വാല്യൂ എത്ര ആണെന്നുള്ളത് നോക്കണം. ആ ഹൈറ്റിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് വൈ ആക്സിസിലെ വാല്യൂ നോക്കുക, അതെടുത്ത് എഴുതി വെക്കുക. ദിസ് ഇസ് ആക്ച്വലി ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ഒരു ബാർ ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പൊ നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ് ഒരു 5 വർഷത്തെ നമ്പർ ഓഫ് സ്കൂട്ടേഴ്സ് സോൾവ് ചെയ്തത് ഇൻ തൗസൻഡ്സിലാണ്. 60,000, 20,000, 32,000. അപ്പൊ ഇൻ തൗസൻഡ്സിൽ എത്ര സ്കൂട്ടേഴ്സ് പെർ ഓരോ ഇയർ പോയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബാർ ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. കാര്യം നമുക്ക് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഇയർ ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പൊ ഞാനിവിടെ ബാർ ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം എനിക്ക് എക്സ് ആക്സും വൈ ആക്സിസും വേണം. റിമെമ്പർ, നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും എന്താണ് പ്രോപ്പർ അതിൻ്റെ സ്കെയിൽ, പെൻസിൽ, ഗ്രാഫ് പേപ്പർ ഒക്കെ യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈക്വൽ ബാസ് ആയിട്ട് തന്നെ കിട്ടും, യൂണിഫോം വിട്ടുള്ള. ഇപ്പം ഞാൻ ഹാൻഡ് ഡ്രോൺ വരയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ചേഞ്ചസ് വരുമല്ലോ. അപ്പം നമുക്ക് ഇയേഴ്സ് ആദ്യമേ എഴുതി വെക്കാം. എക്സ് ആക്സിസിൽ വരുന്നത് ഏതാണ്? ഇയേഴ്സ് ആണ് അല്ലേ. ആൻഡ് വൈ ആക്സിസിൽ വരുമ്പോഴത്തേന് എപ്പോഴും ഓർക്കാം എക്സ് ആക്സും വൈ ആക്സിസും എന്താണ് കറക്റ്റായിട്ട് ക്വസ്റ്റിന് തന്നേക്കുന്നത് എന്താണോ അതെടുത്ത് എഴുതി വെച്ചോണം. അപ്പൊ ഇതിവിടെ വരുന്നത് നമ്പർ ഓഫ് സ്കൂട്ടേഴ്സ് ആയിരിക്കും സോൾഡ്. നൗ ഇയർ ഏതൊക്കെയുണ്ട്? 2011, 2012, 2013, 2014, 2015. നമ്മൾ എഴുതുമ്പം ഇത് യൂണിഫോം ആയിട്ട് എഴുതാൻ നോക്കാം. ഓക്കെ. നൗ 2011 എത്രയാണ്? 16. അപ്പൊ നമുക്ക് നമ്മൾ വൈ ആക്സിസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. വൈ ആക്സിസ് റേഞ്ച് നോക്കിയാൽ 16, 20, 32, 36, 40. ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ യൂസ് ചെയ്യാം. ഐദർ 2ന്റെ സ്കെയിൽസ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ 10, 20, 30 അങ്ങനെ വേണമെങ്കിൽ പോകാം. ഇവിടെ ഇപ്പം ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഒന്ന് ആപ്റ്റായിട്ട് തോന്നുന്നു 4ന്റെ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. എല്ലാം 4ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 4, 8, 12, 16, 20, 24, 28, 32, 36 and 40. സോ 4ന്റെ മൾട്ടിപ്പിൾസ് വെച്ച് പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എല്ലാം ഈ ഒരു 4ന്റെ മൾട്ടിപ്പിളിനകത്ത് വരുന്നതാണ്. സോ എനിക്ക് കറക്റ്റായിട്ട് തന്നെ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ യു. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റൻ അനുസരിച്ച് നിങ്ങൾക്ക് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. ഒത്തിരി ബിഗ് ലാർജ് ആയിട്ട് വരയ്ക്കാൻ പോകണം. അപ്പോൾ അത് വലിയ ഒരു ഇതായിട്ട് പോകും. കുറച്ചുകൂടെ ഷോർട്ട് നമ്മുടെ തന്നിരിക്കുന്ന ഡേറ്റ ആയിട്ട് കുറച്ചുകൂടെ മാച്ച് ആവുന്ന രീതിയിൽ വേണം നമ്മൾ സ്കെയിൽ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? 2011 16 ഉണ്ട്. അപ്പോൾ 2011 16 വരും. അപ്പോൾ കറസ്പോണ്ടിങ് ടു ഇതാണ് ഹൈറ്റ് വരുന്നത്. സോ ഞാനത് യൂണിഫോം വിട്ടുള്ള ബാസ് ആണ് വരയ്ക്കുന്നത്. 2011 16 സ്കൂട്ടേഴ്സ്. 2012 അത് 20 ആണ്. അപ്പോൾ 20 കറസ്പോണ്ടിങ് ടു ഹിയർ വരും. അപ്പോൾ യൂണിഫോം വിട്ടായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഓക്കെ. ഈ ഒരു സ്പേസിങ്ങും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. ഇനി 2013 32 corresponds to over here 32. 2013 now 2014 36. 2014 36 വരും. ഇപ്പോൾ ഹാൻഡ് ഡ്രോൺ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഈക്വൽ സ്പേസിങ്ങിൽ തന്നെ വരയ്ക്കാൻ പറ്റുമേ. 2015 40. സോ അത് ഇൻക്രീസിങ് ഓർഡറിൽ പോവാണ് അല്ലേ. 40 എന്ന് പറയുമ്പം ഏറ്റവും ഹയസ്റ്റ് ഇതാണ്. സോ 2015 40,000 സ്കൂട്ടേഴ്സ്. സോ ഇതാണ് നമ്മുടെ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് കളർ ചെയ്ത് കാണിക്കാം. സോ 2011 16, 2012 20, ഇത്രയും ഹൈറ്റ് ഉള്ള ഈക്വൽ, അത് ഈക്വൽ സ്പേസിങ് ആയിരിക്കണം കേട്ടോ. 2013 32 ആൻഡ് 2014 36 ഇത്രയും വരും. ആൻഡ് 2015
40. അപ്പോൾ ഇതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഡിഫറെൻറ്റ് 5 ഇയേഴ്സിൽ എങ്ങനെയാണ് ആ ഒരു സ്കൂട്ടറിൻ്റെ സെല്ലിംഗ് ഒക്കെ നടന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അണ്ടർസ്റ്റുഡ്? സോ ഇങ്ങനെയാണ് നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ. രണ്ടും കൂടിയാണ്, ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഫോർ ദ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ഈ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഹിസ്റ്റോഗ്രാം നമ്മൾ എപ്പോഴും വരയ്ക്കുന്നത് ഏതാ? കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവൽസിനാണ് അല്ലേ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ആയിട്ട് പോകുന്നു. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 1 to 10 കഴിഞ്ഞിട്ട് 11 to 20 കഴിഞ്ഞിട്ട് 21 ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ്? എല്ലാം 1 ഗ്യാപ്പ് വെച്ച് വരുന്നുണ്ട് അല്ലേ, ഓരോ ഗ്യാപ്പ് വെച്ചുകൊണ്ട്. അതായത് അപ്പർ ലിമിറ്റ് ഇവിടെ 10, അടുത്ത ലോവർ ലിമിറ്റ് വരുന്ന ഏതാണ്? നെക്സ്റ്റ് ക്ലാസ്സിൻ്റെത് 11. അതായത് 1 ഗ്യാപ്പ് ഒന്ന് കൂടിയാണ്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് വരില്ല. നമ്മളിപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ നോക്കിയാൽ 1 to 10, അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബ്രേക്ക് വരും. പിന്നെ 11 to 20, പിന്നെയും ബ്രേക്ക് വരും. 21. ആക്ച്വലി അത് ഹിസ്റ്റോഗ്രാം ആയിരിക്കില്ല, നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. അത് ഒരിക്കലും അതെന്താണ് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ആ ബ്രേക്കിൻ്റെ അവിടെ അപ്പോൾ എന്ത് ഡേറ്റ ആയിരിക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പം ഇതേപോലെ നമുക്ക് ടേബിൾ കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ അതിനെ എല്ലാം ഈക്വൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ക്ലാസ് ഇൻ്റർവൽസ് ആയിട്ട് കൊണ്ടുവരണം. അപ്പം അതിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പ് കണ്ടല്ലോ 1 ആണ് ഓരോ ഗ്യാപ്പ് അല്ലേ. ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന 30 കഴിഞ്ഞാൽ 31 വരും, പിന്നെ 40 കഴിഞ്ഞാൽ 41. അപ്പം എല്ലാം ഗ്യാപ്പ് 1 വെച്ചിട്ടാണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്യാപ്പിനെ ജസ്റ്റ് 1 ആണ് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നത്. സോ ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. സോ 1/2 എന്തായിരിക്കും കിട്ടുക? ഇസ് ഈക്വൽ ടു 0.5. അപ്പോൾ ഈ 0.5നെ നമ്മൾ അപ്പർ ലിമിറ്റിൻ്റെ അവിടെ ആഡ് ചെയ്യുക. എല്ലാ അപ്പർ ലിമിറ്റിൻ്റെയും കൂടെ 0.5 ആഡ് ചെയ്യുക. ഓക്കെ, അപ്പർ ലിമിറ്റ്, എല്ലാ അപ്പർ ലിമിറ്റ്സ് ഓരോ കറസ്പോണ്ടിങ് ക്ലാസ് ഇൻ്റർവലിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. ലോവർ ലിമിറ്റിൻ്റെ അവിടെ മൈനസും ചെയ്യുക. 1 മൈനസ് 0.5, 11 മൈനസ് 0.5, 21 മൈനസ് 0.5, 31 മൈനസ് 0.5, ദെൻ 41 മൈനസ് 0.5. അങ്ങനെ ഓരോ ലോവർ ലിമിറ്റിൻ്റെ കൂടെയും ഈ കിട്ടിയ ഗ്യാപ്പിൻ്റെ ഈ ഒരു 0.5 ഉണ്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഉദ്ദേശം 1 ഗ്യാപ്പ് ഈച്ച് ആണ്. അപ്പം അതിനെ ജസ്റ്റ് ഹാഫ് ആക്കി അപ്പോൾ 0.5 കിട്ടും. അപ്പോൾ 0.5 നമ്മൾ ഒന്ന് കൂട്ടി അപ്പർ ലിമിറ്റിൽ ആൻഡ് ലോവർ ലിമിറ്റിൽ ഒന്ന് കുറയ്ക്കുകയും വേണം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആവില്ല, 2 ഈക്വൽ ആയിട്ട് വരുമല്ലോ. അപ്പോൾ കിട്ടുന്ന ടേബിളാണ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്. So we have length and frequency. Okay, അപ്പോൾ ആദ്യത്തേത് 1 മൈനസ് 0.5 ചെയ്യുമ്പോൾ 0.5 വരും. 0.5 to 10 ആഡ് ചെയ്യുമ്പോൾ 10.5. ഇനിയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 10.5 to 20.5. ഇപ്പോൾ ഈക്വൽ ആയിട്ട് വരുന്നില്ലേ. ഇനിയും 20.5 to 30.5. നെക്സ്റ്റിൽ വരുമ്പം 30.5 to 40.5. ആൻഡ് ലാസ്റ്റ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ 40.5 to 50.5. അപ്പം ഇങ്ങനെയായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലാസ് ഇൻ്റർവൽസ് എന്ന് പറയുമ്പോൾ. അപ്പം ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഹിസ്റ്റോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്രീക്വൻസീസ് ഒന്നും മാറത്തില്ല, അത് കറസ്പോണ്ടിങ് 8, 3, 6, 12, 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ഗ്യാപ്പ് 1 ആണ് ഐഡൻറ്റിഫൈ ചെയ്തു, അതേ ഡിവൈഡ് ബൈ 2 ചെയ്യുക. സോ യു ഗെറ്റ് 0.5. ആ 0.5 അപ്പർ ലിമിറ്റിൽ ആഡ് ചെയ്യുന്നു, ലോവർ ലിമിറ്റിൽ കുറയ്ക്കുന്നു. ലോവർ അല്ലേ, അപ്പോൾ കുറയ്ക്കുക. അപ്പർ ആണെങ്കിൽ ആഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്ത് നമ്മൾ ക്ലാസ് ഇൻ്റർവൽസ് എല്ലാം സെയിം ആയിട്ട് കൊണ്ടുപോകുന്നു അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ 10.5 ആണെങ്കിൽ ഇവിടെ 10.5, ഗ്യാപ്പ് ഒന്നുമില്ല. 20.5 വിച്ച് ഇസ് അലൈനിങ് വിത്ത് ദി നെക്സ്റ്റ് ക്ലാസ് ലോവർ ലിമിറ്റ്. അപ്പം ഒരിടത്തെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ ലോവർ ലിമിറ്റുമായിട്ടാണ് അത് മാച്ച് ആവേണ്ടത്. അങ്ങനെയാണല്ലോ എല്ലാം പോകുന്നത്. സോ അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഗ്രാഫ് വരയ്ക്കാൻ പോകേണ്ടത്. അപ്പം നമുക്ക് ഗ്രാഫ് വരച്ചാലോ? സോ അപ്പം നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ മുമ്പത്തെ പോലെ തന്നെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. എക്സ് ആക്സിസിൽ നമ്മുടെ ലെങ്ത് ഇൻ മില്ലിമീറ്റർ എലോങ് വിത്ത് യൂണിറ്റ് എഴുതിക്കോളൂ. ആൻഡ് നമ്മുടെ ക്ലാസ് ഇൻ്റർവൽസ് അറിയാം, ഇത് 0 ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0.5 to 10.5, 10.5 to 20.5, 20.5 to 30.5, 30.5 to 40.5, 40.5 to 50.5. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ
യു ക്യാൻ ചൂസ് ഐദർ 2, 3, 4 അങ്ങനെ മൾട്ടിപ്പിൾസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി 2, 4, 6, 8, 10, 12 ഇത്രയും മതി. Now 0.5 to 10.5 ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? നമുക്ക് 8 വരുന്നുണ്ട് അല്ലേ? അപ്പൊ 8 0.5 to 10.5. അപ്പൊ ഈ രണ്ട് ക്ലാസ്സിനെയും നമ്മൾ ടച്ച് ചെയ്ത് വേണം വരയ്ക്കാൻ. വിത്ത് ഹൈറ്റ് എന്ന് പറയുന്നത് 8. ഓക്കെ, അപ്പൊ ഇത്രയായിരിക്കും ആദ്യത്തെ നമ്മുടെ റെക്ടാങ്കിൾ വരിക. ഓക്കെ, കറസ്പോണ്ടിങ് ടു ദിസ് ഫസ്റ്റ്. ഇനി 10.5 to 20.5 3 ആണ്. അപ്പൊ 2ഉം 4ന്റെ മിഡിൽ വരും 3. സോ കറസ്പോണ്ടിങ്ങിലി ഇതിനോട് ചേർന്ന് തന്നെ വരയ്ക്കുക. ഓക്കെ, അത് ഒന്നും മാറ്റരുത്, അതോട് ചേർത്ത് വെച്ച് തന്നെ വേണം നമ്മൾ അടുത്ത റെക്ടാങ്കിൾ, ബിക്കോസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. നൗ 20.5 to 13.5 വരെ 6 ആണ് വരുന്നത്. സോ അതും ഇതേപോലെ തന്നെ ചേർത്ത് വരയ്ക്കുക. 30.5. നൗ അപ്പൊ ഇത് വരച്ചു. ഇനി 30.5 to 40.5 വിത്ത് ഹയസ്റ്റ് ഫ്രീക്വൻസി 12. അപ്പൊ 12ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ടഡ് ലൈൻസ് വെച്ച് വരച്ചിട്ട് ഈ ഒരു റെക്ടാങ്കിൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. 40.5. റിമെമ്പർ, ഹാൻഡ് ഡ്രോൺ ആയിട്ട് വരയ്ക്കരുത്, പ്രോപ്പർ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ഗ്രാഫിൽ വരയ്ക്കുക. നൗ ലാസ്റ്റ് ഇസ് 40.5 to 50.5 നമ്മൾ 2 ആണ്. അപ്പൊ ഇതിവിടെ തന്നെ ഏറ്റവും ലീസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് ഹിസ്റ്റോഗ്രാം. അപ്പം നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ മാത്രമല്ലായിരുന്നു, ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ. അപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് ഈ ഓരോ ക്ലാസ് ഇന്റർവൽ, അതേപോലെ തന്നെ റിമെമ്പർ നമ്മളിപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ് 0.5 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു കിങ്ക് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കാണിക്കുക. ജസ്റ്റ് അത് 0 നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കാം. ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. അത് കാണിക്കുന്നത് വേറൊന്നും അല്ല, 0 നിന്നല്ല അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. അതേപോലെ ഇപ്പം നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ്സ്, ഓരോ റെക്ടാങ്കിൾസിന്റെ ടോപ്പിലെ മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ക്യാൻ യു സീ? മിഡ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക ഓരോ റെക്ടാങ്കിളിന്റെ. അപ്പം നമുക്കിവിടെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആൻഡ് ദിസ് ഇസ് ഇ കിട്ടുമല്ലോ. ഇതിനെയെല്ലാം ഒന്ന് ജോയിൻ ചെയ്തേ. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ഇ. ഇത് വേണേൽ നമുക്ക് താഴോട്ടേക്ക് അങ്ങ് ജോയിൻ ചെയ്തേക്കാം, നമ്മുടെ എക്സ് ആക്സിസിലോട്ട് വരുന്ന പോലെ. സോ ഇതാണ് നിങ്ങളുടെ ഈ റെഡ് ലൈൻ ആണ് എന്ത്? ഫ്രീക്വൻസി പോളിഗണെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ഗ്രാഫ്. ആൻഡ് ബ്ലൂ ഷെയ്ഡ് ചെയ്തേക്കുന്ന റെക്ടാങ്കിൾസ് ആണ് ഏത്? ഹിസ്റ്റോഗ്രാമിൻ്റെതും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കിട്ടുന്ന ഐഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫാമിലീസ് വേഴ്സസ് നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 0 കുട്ടികൾ തൊട്ട് 5 കുട്ടികൾ വരെയുള്ള എത്ര ഫാമിലീസിന്റെ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ കറസ്പോണ്ടിങ് ഹൈറ്റ് ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ 0 ഉള്ളത് 1000, 1 ഉള്ളത് 3000, അങ്ങനെ ഓരോ ഡേറ്റ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാം. ഫസ്റ്റ്, ഹൗ മെനി ഫാമിലീസ് ഹാവ് 3 ചിൽഡ്രൻ? 3 ചിൽഡ്രൻ ഉള്ള, അപ്പൊ കറസ്പോണ്ടിങ്ങിൽ എന്താ 3 ചിൽഡ്രന്റെ ബ്ലോക്കിലേക്ക് വരിക, അതിലെ എത്ര ഫാമിലീസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. കറസ്പോണ്ടിങ്ങിൽ എന്താണ് നമ്മൾ y ആക്സിസിലേക്ക് പോകുക, എത്ര ഫാമിലീസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അത് y ആക്സിസിലേ അല്ലേ. അപ്പൊ y ആക്സിസിലെ കറസ്പോണ്ടിങ് എന്താണ് വാല്യൂ? 5000 വരും. ഓക്കെ, ഇതിൽ ഏതാണോ 3 ചിൽഡ്രൻ അത് x ആക്സിസിൽ എത്തുക. അതിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എത്രയാണ്? ഇത്രയാണ്. അപ്പൊ കറസ്പോണ്ടിങ് y വരുമ്പോൾ എത്രയാണ് കാണിച്ചിരിക്കുന്നത്? 5000. സോ എത്ര ഫാമിലീസ് ഉണ്ട്? 5000 ഫാമിലീസ്. ഹൗ മെനി ഫാമിലീസ് ഹാവ് 5 ചിൽഡ്രൻ? ഇനി 5 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? ഇതാണ് അല്ലേ. അപ്പൊ ഇതിൽ കറസ്പോണ്ടിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ഫാമിലി? 2000 families have 5 children. Okay. Now, next question. Find the difference between number of families having 2 children and 3 children. അപ്പം 2 children ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട് നോക്കണം. 2 children ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 6000 ഉണ്ട്. And that minus 3 children ഉള്ള ഫാമിലി. 3 children ഉള്ള ഫാമിലി നമ്മൾ ഓൾറെഡി കണ്ടു, that is 5000. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത്? That is 1000. So
This is the difference between number of families having 2 children and 3 children. Okay. Last question. Find the number of families having at least one child. At least ആണ്. അതായത് മിനിമം ഒരു ചൈൽഡെങ്കിലും ഉള്ള ഫാമിലീസ്. അപ്പം മിനിമം 1 ചൈൽഡ് എന്ന് പറയുമ്പം ഇവിടെ തൊട്ട് എടുക്കണമല്ലോ. മിനിമം 1 ചൈൽഡ് ഉള്ളത് അതും ഇൻക്ലൂഡഡ് ആണ്. മിനിമം 1 പിന്നെ മാക്സിമം എന്താണ് എത്രയിലും പോകാം. അപ്പോൾ ആസ് പെർ നമ്മുടെ ഡേറ്റ വെച്ചിട്ട് 5 കുട്ടികളുടെ വരെയാണ്. സോ 1 ചിൽഡ്രൻ ഉള്ളതും 2 ചിൽഡ്രൻ ഉള്ളതും 3 ചിൽഡ്രൻ 4 ചിൽഡ്രൻ 5 ചിൽഡ്രൻ കറസ്പോണ്ടിങ് ഫാമിലീസിന് എത്ര ഉണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം നമുക്ക് നോക്കിയാലോ. 1 ചിൽഡ്രൻ ഉള്ള 3000 ഫാമിലീസ് ഉണ്ട്. പ്ലസ് 2 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 6000 ഉണ്ട്. ഇനി 3 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 5000 ഉണ്ട്. 4 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 8000 ഉണ്ട്. ആൻഡ് 5 ചിൽഡ്രൻ ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? 2000 ഉണ്ട്. സോ ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ, നമുക്ക് കിട്ടുമല്ലോ. സോ 2, 3, 5, 5 plus 6, 11, 11 plus 5, 16, 16 plus 8, 24. സോ 24,000 ഫാമിലീസ് ആണ് എന്ത് അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് ഉള്ളത്. ഗോട്ട് ഇറ്റ്? അപ്പം അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് എന്ന് പറയുമ്പോൾ മിനിമം 1 ചൈൽഡ് എങ്കിലും വേണം. അത് 1 കൂടുതലും ആവാം. സോ 1 ചൈൽഡ് എടുക്കണം, 2 ചൈൽഡിൻ്റെ എടുക്കണം, 3, 4, 5. ഇതിൻ്റെ എല്ലാ കറസ്പോണ്ടിങ് ഫാമിലീസിൻ്റെ എടുത്തെഴുതുക, ആഡ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡേറ്റ തന്നിട്ട് നമുക്ക് ടാബ്ലർ ഡേറ്റ തന്നിട്ട് ചിലപ്പം പടം വരയ്ക്കാൻ ചോദിക്കും, ഇല്ലെങ്കിൽ ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ഉണ്ടാക്കാനും നമുക്ക് ചോദിക്കാറുണ്ട്. സോ ദീസ് ആർ ദ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ദറ്റ് കംസ് ഇൻ ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ. അണ്ടർസ്റ്റുഡ്? So with that we are winding up the section. So ഈ ഒരു entire ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഡേറ്റ ആണ്. സോ 1 പിക്ചർ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഡേറ്റ അതിൽ നിന്ന് അനലൈസ് ചെയ്തു, അതിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടു. സോ stay tuned to Manorama Horizon for more interesting videos. Thank you. Manorama Horizon. Learning made simple.